ഇവിടെ ഒരു വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടേക്ക് വിവാഹ വസ്ത്രത്തിൽ ഒരു സ്ത്രീയും ഒരു ചെറിയ സൈന്യവുമായി അതിർഗമിച്ച് കയറി. 3.5 ലക്ഷം പണവും നൽകി. ഇവനാണ് എൻ്റെ ഭാവി ഭർത്താവെന്ന് പ്രഖ്യാപിച്ചു. അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, അവർ പരിഹസിച്ചിരുന്ന അവനെ അതിര് കടന്ന് സ്ത്രീധനം നൽകാൻ നിർബന്ധിക്കപ്പെടുകയാണെന്ന്. മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ കെട്ടാനിരുന്ന യഥാർത്ഥ വധുവിന് സ്ത്രീധനമായിട്ട് 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ആവശ്യപ്പെട്ടു. എന്നാൽ സമ്മാനമായി അവനും അവൻ്റെ വീട്ടുകാരും നൽകിയത് 18 യുവാനാണ്. പക്ഷേ വിധി അപ്പോഴേക്കും മാറ്റിമറിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡെലിവറി ബോയായി ജോലി ചെയ്യുമ്പോൾ അവൻ അറിയാതെ ശക്തമായ ഒരു വനിതാ മേധാവിയുടെ ജീവൻ രക്ഷപ്പെടുത്തി. അവൾ ഒരിക്കലും പകരമൊന്നും ചോദിക്കാതെ ആ നിമിഷം നന്ദി പറയാതെ അവൾ അവന് പണം നൽകുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ ഇടപെടും എന്നാണ് പറഞ്ഞത്. അവൻ അവളെ ഒരു ബോസായി കാണാതെ ഒരു മനുഷ്യ സ്ത്രീയായിട്ടാണ് കണ്ടത്. അപ്പോഴാണ് അവൾ ഒരു തീരുമാനമെടുത്തത്. അവൻ അവളുടെ രക്ഷകൻ മാത്രമായിരുന്നില്ല, അവൻ അവളുടെ പ്രതിശുദ്ധ വരനാകാനായി തീരുമാനിച്ചു. അവൾ അവനു വേണ്ടി ഭക്ഷണം വാങ്ങാനായി പുറത്തേക്ക് പോയപ്പോൾ അവൻ്റെ അമ്മയിൽ നിന്ന് ഒരു കോൾ വന്നു. വധുവിൻ്റെ കുടുംബം പെട്ടെന്നെത്തി വിവാഹത്തോടെ സ്ത്രീധനം തീർപ്പാക്കാനായി ആവശ്യപ്പെട്ടെന്ന്. അവനൊന്നും മിണ്ടാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. മുതലാളിച്ചി തിരിച്ചു വന്നപ്പോൾ അവനെ കാണാനില്ല. നഗരം മുഴുവൻ തിരയാനായി അവൾ തൻ്റെ മുഴുവൻ ശൃംഖലയും സജ്ജമാക്കി. 10 മിനിറ്റിനുള്ളിൽ അവൾ അവൻ്റെ വീട് കണ്ടെത്തി. പ്രപ്പോസ് ചെയ്യാൻ പോയി. അവൾക്കൊപ്പം 3.5 ദശലക്ഷമായിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവൾ വളരെ വൈകിപ്പോയി. അവൻ നേരത്തെ തന്നെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനായി സമ്മതിച്ചിരുന്നു. എന്നാൽ അവൾ അവനിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങാൻ കഴിയുക അതൊക്കെ ചോദിച്ചു മേടിച്ചു. കല്യാണ ദിവസം എത്തിയപ്പോൾ അവൻ്റെ ഭാവി അമ്മായിമ്മ സ്ത്രീധനത്തിൻ്റെ പേരിൽ അവൻ്റെ അമ്മയെ അപമാനിച്ചു. അപ്പോഴാണ് അവൻ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്.